ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു പ്രോമോ വന്നിരുന്നു. ആ ഒരു പ്രോമോയ്ക്ക് അത് എവിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ലാലേട്ടൻ പറയുന്നുണ്ട് എവിക്ഷനിലേക്ക് നമുക്ക് പോകാം. ലക്ഷ്മി, അനുമോള്, ഒനീല്, നെവിൻ, സാബുമാൻ ഇവരൊഴികെ ബാക്കി ഉള്ളവർക്ക് ഇരിക്കാം എന്ന് പറയുന്നുണ്ട്. ജിസേല്, അനീഷ്, ആദിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇത് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോമോ ആയിട്ടാണ് കേട്ടോ. കാരണം ജിസേല് പുറത്തായെന്ന് ഓൾറെഡി നമുക്കൊരു വിവരം ലഭിച്ചിരുന്നു. ഒനീലിനെ പുറത്താക്കി കഴിഞ്ഞിട്ടാണ് ജിസേലിനെ പുറത്താക്കുന്നത്. അതായത് സൺഡേ എപ്പിസോഡിലാണ് ജിസേലിനെ പുറത്താക്കുന്നത്, സാറ്റർഡേ എപ്പിസോഡിലാണ് ജിസേലിനെ പുറത്താക്കുന്നതായിട്ട് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ കണ്ട പ്രോമോ എന്ന് പറഞ്ഞാൽ ഒനീലിനെ പുറത്താക്കുന്ന പ്രോമോ ആണ്. ഇത് പ്രോമോ കാണിച്ചിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പിന്നെ പലരും പറഞ്ഞതായിട്ട് കേട്ടിരുന്നു ജിസേല് സീക്രട്ട് റൂമിലാവാനായിട്ടുള്ള സാധ്യതകളുണ്ടെന്നൊക്കെ. അത് തള്ളിക്കളയാൻ പറ്റുന്ന ചാൻസസേ ഉള്ളൂ. കാരണം ഈ സീസണിൽ അങ്ങനെ സീക്രട്ട് റൂം ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ വളരെയധികം സന്തോഷം. കാരണം അത്രയും മികച്ച രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന, ഇനിയും കളിച്ച് മുന്നേറാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ജിസേൽ എന്ന് പറയുന്നത്. ജിസേൽ അവിടെ എന്തുകൊണ്ടും നിൽക്കാൻ ഡിസേർവിംഗ് ആണ്. ഇപ്പോ സാബുമാനെക്കാട്ടിലും അല്ലെങ്കിൽ ഇവൻ ലക്ഷ്മിയെക്കാട്ടിലും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ജിസേൽ. ജിസേലിന്റെ കോണ്ടന്റുകളായിരുന്നു ഈ സീസണിൽ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള കോണ്ടന്റുകളെല്ലാം തന്നെ. അതിലെല്ലാം തന്നെ ജിസേലിന്റെ പേര് മുഴങ്ങി കേട്ടിരുന്നു. അതാണ് ജിസേലിൽ എന്ന കണ്ടസ്റ്റന്റിന്റെ ഒരു എന്താ പറയാ വിജയം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്കൊരു അജണ്ട ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോമോ ആണെങ്കിൽ, ഇത് കഴിഞ്ഞിട്ട് വന്ന ആ ഒരു പ്രോമോ ആണെങ്കിൽ, രണ്ടിലും ഒരു അജണ്ട എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആര്യൻ ജിസേൽ ആ ഒരു പ്രശ്നം തന്നെയാണ് ഇവര് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിനകത്ത്. അപ്പം ആര്യൻ നിലപാട് മാറ്റുന്നുണ്ട്. കംപ്ലീറ്റ്ലി പ്ലേറ്റ് തിരിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ആര്യൻ എടുക്കുന്നത്. ജിസേല് സംസാരിക്കുന്നത് ഇപ്പൊ അസ്വസ്ഥതയാണ്, ജിസേല് എന്നോട് സംസാരിക്കാൻ വരുന്നത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലൊക്കെ ആര്യൻ ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് വരെ ആര്യൻ ഇങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ഇത് പ്യൂർലി ഗെയിം മാറ്റി മറിച്ച് ഗെയിം വേറെ രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം തന്നെയാണ്, തേച്ചത് തന്നെയാണ്. അപ്പോൾ അതാണ് അമ്മയും ചേട്ടനും ഒക്കെ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ അത് ആ ഒരു ആഫ്റ്റർ എഫക്റ്റിലായിരിക്കാം ചിലപ്പോൾ ജിസേലിനെ പുറത്താക്കിയത്. ആര്യനെ സേവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കാം, അതായിരിക്കാം അജണ്ട. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സംസാരിക്കാന്നല്ലാതെ നമുക്കൊന്നും ഇതിനകത്തൊന്നും ഒരു സേ ഇല്ല നമുക്ക്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ജിസേലിനെ പുറത്താക്കിയത്. കാരണം ഇവര് പുറത്തേക്ക് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന നറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യന്റെ ഗെയിമിനെ ജിസേല് തുലയ്ക്കുന്നു, ജിസേല് പുറകെ നടന്നുപോയി ആര്യന്റെ ഗെയിമിനെ നശിപ്പിക്കുന്നു. അതാണ് മേക്കേഴ്സ് പുറത്തേക്ക് വിടാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ ഒരു നറേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടായിരിക്കാം, അതിന്റെ ഒരു പ്രതിഫലനം എന്ന പോലെ ആയിരിക്കാം ജിസേലിനെ പുറത്താക്കിയത്. ഇതൊക്കെയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.